ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രീരാമചന്ദ്രൻ മുനിമാരുടെ യാഗത്തെ രക്ഷിച്ചു, അസുരന്മാരെ നിഗ്രഹിച്ചു. വിശ്വാമിത്ര മഹർഷിയോടുകൂടി ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്, മിഥിലാപുരിയിലേക്ക്. പോകുന്ന വഴിക്ക് വിശ്വാമിത്ര മഹർഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ജനക മഹാരാജാവിന് അതിസുന്ദരിയായ ഒരു പുത്രിയുണ്ട്, ജാനകി. ജാനകിയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്, സ്വയംവരമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. മഹാദേവൻ്റെ ഒരു വില്ല് അവിടെയുണ്ട്. മഹാദേവൻ പരശുരാമന് കൊടുത്ത വില്ലാണ്. ആ വില്ല് ഇപ്പോൾ ദശരഥ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലാണുള്ളത്. ശാപഭഞ്ജനം ആര് ചെയ്യുന്നുവോ അവർക്ക് ദേവിയെ വിവാഹം ചെയ്ത് കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടി മിഥിലാപുരിയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് ജനക മഹാരാജാവിനെ കാണുന്നു, വിശേഷങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ ചാപഗൃഹത്തിലേക്ക് രാമൻ കടക്കുകയാണ്. അങ്ങനെ ആ ചാപഗൃഹത്തിലേക്ക് കടന്നപ്പോൾ എല്ലാവരും രാമനെ പ്രോത്സാഹിപ്പിച്ചു. അവിടെ വന്നുകൂടിയ രാജാക്കന്മാർ ഈ ബാലൻ വില്ലൊടിക്കുന്നതൊന്ന് കാണട്ടെ എന്ന് വിചാരിച്ചു. രാമൻ വില്ലെടുക്കാൻ തയ്യാറായി. ആ സമയത്ത് രാമനൊരു ആശങ്കയുണ്ട്. എന്നിട്ട് ലക്ഷ്മണനോട് ചോദിക്കുന്നു, മഹാദേവൻ്റെ വില്ലല്ലേ, ഒടിച്ചാൽ എന്തെങ്കിലും പ്രശ്നമാകുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ലക്ഷ്മണനാണ് പറയുന്നത്, ഒരു കുഴപ്പവുമില്ല, ഗുരുശ്രേഷ്ഠനായ വസിഷ്ഠ മഹർഷിയല്ലേ പറഞ്ഞത് അങ്ങനെ ചെയ്യാനായിട്ട്, അതുകൊണ്ട് ഒരു ദോഷവും വരില്ല എന്ന് പറയുന്നു. അങ്ങനെ രാമൻ ആ ആജ്ഞ അനുസരിക്കുകയും ശൈവചാപം എടുത്ത് കുലച്ചപ്പോൾ മടമട ശബ്ദത്തോടെ ആ ശൈവചാപം ഒടിഞ്ഞു. അത് കണ്ടപ്പോഴേക്കും സഭാവാസികളെല്ലാം അന്തിച്ചുപോയി. ത്രിഭുവനങ്ങളും മേഘങ്ങളും ഞെട്ടിവിറച്ചു. ജനക മഹാരാജാവിന് സന്തോഷമായി. മിഥിലാപുരി ആനന്ദത്തിലാറാടി. അപ്പോൾ അവിടെ സുമന്ത്ര എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ രാമനെ സ്വഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ പത്നിയുടെ പേരും കൗസല്യ എന്ന് ആയിരുന്നു. ഇവിടെ കൗസല്യയെപ്പോലെ മറ്റൊരു ഭാഗ്യവതിയില്ല. ശ്രീപതി അമ്മ അമ്മ എന്ന് വിളിക്കുന്നത് കൗസല്യാണല്ലോ, അതോർത്ത് അവർ സന്തോഷിച്ചു. സുമന്ത്രരുടെ ഗൃഹത്തിൽ രാമനെ ഇരുത്തിയിട്ട് വിശ്വാമിത്രൻ ജനകൻ്റെ അടുത്തേക്ക് ചെന്നു. സീതാദേവി മുനിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. എന്നിട്ട് സന്തോഷത്തോടു കൂടി ജനകൻ അപേക്ഷിച്ചു, പ്രഭോ, സീതാദേവിയുടെ വിവാഹത്തിനുള്ള മുഹൂർത്തം നിശ്ചയിക്കണം. വിശ്വാമിത്രൻ രാമനോട് പറഞ്ഞു, രാമ, വിവാഹം കഴിഞ്ഞിട്ട് 2 പേർക്കും അയോധ്യയിലേക്ക് പോകാം. പ്രഭോ, ഞങ്ങളെ അയോധ്യയിലേക്ക് കൊണ്ടുപോകൂ. പോന്നിട്ട് വളരെ നാളായി, ഇനിയും വൈകിയാൽ അച്ഛൻ വിഷമിക്കും. ഞങ്ങൾ 4 സഹോദരന്മാരാണ്, അവരെയൊക്കെ വെടിഞ്ഞ് എങ്ങനെ ഞാൻ വിവാഹം ആഘോഷിക്കും? ഞങ്ങൾ 4 പേർക്കും 4 കന്യകമാരെ ലഭിച്ചാൽ 4 പേരുടെയും വിവാഹം ഒരുമിച്ച് നടത്താം. ഇത് കേട്ട് മഹർഷി ജനക മഹാരാജാവിൻ്റെ അടുത്തേക്ക് ചെന്നു. മുനിയെ കണ്ട ഉടൻ ജനക മഹാരാജാവ് ചോദിച്ചു, മഹർഷിയെ, വിവാഹ മുഹൂർത്തം നിശ്ചയിച്ചുവോ? വിശ്വാമിത്ര മഹർഷി മറുപടി പറഞ്ഞു, കേൾക്കൂ രാജൻ, രാമന് ഇപ്പോൾ വിവാഹം നടത്താൻ താല്പര്യമില്ല. വളരെ നാളായില്ലേ ഗൃഹത്തിൽ നിന്ന് പോന്നിട്ട്, ഇനിയും വൈകിയാൽ അച്ഛൻ വിഷമിക്കും എന്നാണ് പറയുന്നത്. 4 സഹോദരന്മാർക്കും 4 കന്യകമാരെ സമർപ്പിച്ചാൽ രാമൻ വിവാഹം കഴിക്കും. ഇത് കേട്ട് ജനക മഹാരാജാവിന് വിഷമമായി. സീതയല്ലാതെ മറ്റു കന്യകമാരില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചു. അപ്പോൾ പുരോഹിതൻ ശതാനന്ദൻ പറഞ്ഞു, മഹാരാജൻ, എന്തിനു വിഷമിക്കണം? അങ്ങയുടെ കുടുംബത്തിൽ തന്നെ 4 കന്യകമാരുണ്ടല്ലോ. 2 പുത്രിമാർ അങ്ങേക്കുണ്ടല്ലോ. അങ്ങയുടെ അനുജൻ കുശധ്വജനും രൂപഗുണങ്ങൾ തികഞ്ഞ 2 പുത്രിമാരുണ്ടല്ലോ.
4 കന്യകമാരുടെയും 4 സഹോദരന്മാരുടെയും വിവാഹം ഒരുമിച്ച് നടത്താം. ശ്രീരാമൻ്റെ അഭിപ്രായമനുസരിച്ച് തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. വിശ്വാമിത്രനും സന്തോഷമായി. മുനി ശ്രീരാമനോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. 4 സഹോദരന്മാർക്ക് ജനകൻ 4 കന്യകമാരെ നൽകും. രാമൻ അപ്പോൾ ചോദിച്ചു, മഹർഷി, മറ്റനുജന്മാരെ കന്യകമാരുടെ അച്ഛൻ കണ്ടില്ലല്ലോ, പിന്നെങ്ങനെയാണ്? തന്നെയുമല്ല, ഈ കാര്യങ്ങളൊക്കെ അച്ഛനെയും അമ്മയെയും മറ്റു സഹോദരങ്ങളെയും അറിയിക്കണ്ടേ? അതുകൊണ്ട് ഒരാളെ എത്രയും പെട്ടെന്ന് അയോധ്യയിലേക്ക് വിടുക. ഇത് കേട്ട് വിശ്വാമിത്ര മഹർഷിക്ക് വലിയ സന്തോഷമാവുകയും വിശ്വാമിത്ര മഹർഷി തന്നെ അയോധ്യയിലേക്ക് പോവുകയും ചെയ്തു. അയോധ്യയിലേക്ക് മുനി തന്നെ എത്തിയതറിഞ്ഞ് നഗരവാസികളും കുടുംബാംഗങ്ങളുമെല്ലാം ഭയപ്പെട്ടു. കുമാരന്മാരെയും കൊണ്ടുപോയ മഹർഷി ഒറ്റയ്ക്കാണ് തിരിച്ചു വന്നിരിക്കുന്നത്. രാജകുമാരന്മാർക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയോ എന്നോർത്ത് മാതാക്കൾ നിലവിളിച്ചു. വിശ്വാമിത്ര മഹർഷി അവരെ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, രാമൻ മിഥിലാപുരിയിലുണ്ട്. ശൈവചാപം ഒടിച്ചിരിക്കുന്നു. ജനക മഹാരാജാവ് സീതാസ്വയംവരത്തിനു വേണ്ടി നിശ്ചയിച്ചിരുന്ന ശൈവചാപമാണത്. ആ ചാപം ആരാണോ കുലയ്ക്കുന്നത് ആ ആൾക്ക് സീതാദേവിയെ വിവാഹം കഴിച്ചു കൊടുക്കുമെന്നാണ് ജനക മഹാരാജാവ് പറഞ്ഞിരുന്നത്. അതനുസരിച്ച് രാമൻ്റെ വിവാഹം നിശ്ചയിക്കേണ്ടതുണ്ട്. അവിടെ മറ്റു 3 കന്യകമാരും കൂടെയുണ്ട്. അവരെ 3 പേരെയും ഇവിടുത്തെ ബാക്കി 3 കുമാരന്മാർക്കും കൂടി നൽകാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് മിഥിലാപുരിയിലേക്ക് പുറപ്പെടണമെന്ന് വിശ്വാമിത്ര മഹർഷി പറയുന്നു. ഇത് കേട്ട് എല്ലാവരും സന്തോഷിച്ചു. എന്നിട്ട് വിദ്യാവണ്ണം ഇവരെല്ലാവരും കൂടി, അതായത് രാജാവും പരിവാരങ്ങളും എല്ലാവരും സമ്മാനങ്ങളുമായി മിഥിലാപുരിയിലേക്ക് പോവുകയാണ്. ശ്രീരാമനെ ഗംഗാനദി കടക്കാൻ സഹായിച്ച കൈവർത്തൻ തന്നെയാണ് ഇവരെയും നദി കടത്തി അപ്പുറത്തേക്ക് എത്തിച്ചത്. അതിനുശേഷം രാജാവും ദശരഥ മഹാരാജാവും പരിവാരങ്ങളും ഋഷിമാരുടെ പർണകുടീരത്തിൽ വസിച്ചു. ഈ വിവരം ജനക മഹാരാജാവിനെ അറിയിച്ചു. ജനക മഹാരാജാവ് യഥോചിതം വിദ്യാവണ്ണം പർണകുടീരത്തിലെത്തി ദശരഥ മഹാരാജാവിനെയും ബന്ധുക്കളെയും കൂട്ടിക്കൊണ്ട് പോയി. സന്തോഷത്തോടുകൂടി സീതാദേവിയുടെ വിവാഹം നിശ്ചയിച്ചു. മുഹൂർത്തം കുറിച്ചു. 4 കന്യകമാരെയും വിവാഹം ചെയ്ത് കൊടുത്തു. ശ്രീരാമചന്ദ്രന് സീതാദേവിയെയും, അനുജൻ ലക്ഷ്മണന് ഊർമിളാദേവിയെയും, ഭരതന് മാണ്ഡവിയെയും, ശ്രുതകീർത്തി ശത്രുഘ്നെയും വിവാഹം കഴിച്ചു. ലക്ഷ്മി ദേവിയുടെ ശംഖാണ് മാണ്ഡവി എന്നാണ് പറയുന്നത്. സീതാദേവിയുടെ സ്വന്തം സഹോദരിയാണ് ഊർമിള. ജനക മഹാരാജാവിൻ്റെ അനുജൻ്റെ മക്കളാണ് മാണ്ഡവിയും ശ്രുതകീർത്തിയും. ഇങ്ങനെ ഈ 4 സഹോദരിമാരും 4 സഹോദരന്മാരെ വിവാഹം കഴിച്ചു. ഇരു രാജാക്കന്മാർക്കും വലിയ സന്തോഷമായി. നഗരം ആനന്ദത്തിൽ ആറാടി. വിവാഹ ചടങ്ങുകൾ നീണ്ടുനിന്നു. ആ വിവാഹ ചടങ്ങുകൾക്കും ആഘോഷങ്ങൾക്കും ശേഷം എല്ലാ പാരിതോഷികങ്ങളും നൽകി യഥോചിതം ജനക മഹാരാജാവ് തൻ്റെ 4 മക്കളെയും അയോധ്യയിലേക്ക് യാത്രയാക്കി. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോകളൊക്കെ എല്ലാവരും കാണണം, കാണാത്തവരാണെങ്കിൽ. അതുപോലെ രാജാ ഹരിശ്ചന്ദ്രൻ്റെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അത് കേൾക്കണം. കാരണം സൂര്യവംശ രാജാവാണ്. ശ്രീരാമചന്ദ്രൻ്റെ പൂർവികരിൽ ഒരാളാണ് ഹരിശ്ചന്ദ്ര രാജാവ്. അതുകൊണ്ടാണ് ഈ സമയത്ത് തന്നെ ആ കഥ പറഞ്ഞത്. അതും എല്ലാവരും കേൾക്കണം. എല്ലാവരുടെയും അഭിപ്രായം പറയണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനൽ കൗസ്തുഭം വെജ് ഫുഡ്സ്, അതും കൂടെ എല്ലാവരും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.